ഈ ഒരു ഫേസ് പാക്കിൻ്റെ റിസൾട്ട് എന്താണെന്ന് ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യുന്ന ഒരു പാക്കും കൂടിയാണ്. സൺ ടാൻ മാറ്റാനും പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫേസ് പാക്ക് ആണ് കേട്ടോ. അപ്പോൾ DI പാക്സ് ട്രൈ ചെയ്യുമ്പോൾ എപ്പോഴും അത് കുറച്ച് നാൾ നമ്മൾ കണ്ടിന്യൂസ് ചെയ്താൽ മാത്രമാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതിൽ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ദിവസം നമ്മളത് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ റിസൾട്ടൊക്കെ നിങ്ങൾക്ക് പതിയെ കാണാനായിട്ട് പറ്റും. ഈ ഒരു പാക്ക് എന്താണെന്ന് വെച്ചാൽ ഇടുമ്പോൾ തന്നെ നമുക്ക് ബ്രൈറ്റനിങ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. സൺ ടാൻ ഉണ്ടെങ്കിൽ അടിപൊളി റിസൾട്ടാണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, DM ചെയ്യാറുണ്ട്, ചേച്ചി സൺ ടാൻ മാറാനുള്ള ഫേസ് പാക്ക് ഷെയർ ചെയ്യും, ഡ്രൈ സ്കിന്നിന് പറ്റിയൊരു ഫേസ് പാക്ക് ഷെയർ ചെയ്യും, അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനുള്ള ഫേസ് പാക്ക് ഷെയർ ചെയ്യുമെന്നൊക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാക്കും കൂടിയാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഏതൊക്കെ സ്കിൻ ടൈപ്പിനാണ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, അതുപോലെ തന്നെ സൺ ടാൻ മാറാനും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ ഈ ഒരു ലോങ് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഉഴുന്നാണ് കേട്ടോ നമുക്ക് മെയിനായിട്ടും വേണ്ടത് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി. ഉഴുന്നിൻ്റെ പാക്കുകളൊക്കെ ഞാൻ ഷെയർ ചെയ്തുമ്പോൾ ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്, DM ചെയ്യാറുണ്ട്, നല്ല റിസൾട്ട് കിട്ടി, സ്കിൻ ബ്രൈറ്റൺ ചെയ്തു. പിന്നെ ഒരുപാട് പേര് സൺ ടാൻ മാറാനുള്ള പാക്കുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ആഡ് ചെയ്യണത് ചെറുപയറും കൂടിയാണ് കേട്ടോ. സൺ ടാൻ മാറാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ്. അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റനിങ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ, നമ്മുടെ സ്കിന്നിൽ ഡെഡ് സ്കിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കാനും ഈ ഒരു ചെറുപയർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്കാണോ അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് നിങ്ങൾക്ക് പൊടിച്ചെടുക്കാം. എടുത്തതിന് ശേഷം അതിന് കുറച്ച് എടുത്തിട്ട് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം. ഡെയിലി യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഡെയിലി സ്ക്രബ് ചെയ്യാണ്ടിരുന്നാൽ മതി കേട്ടോ. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. തൈര് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും ലൈറ്റനിങ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഈ ഒരു തൈരിലുണ്ട്. നിങ്ങൾക്ക് തൈരിന് പകരം വേണമെങ്കിൽ പൊട്ടറ്റോ ജ്യൂസ്, പൊട്ടറ്റോ നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക, വെള്ളമൊന്നും ചേർക്കാണ്ട് ആ ഒരു പേസ്റ്റ് അരിക്കാണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യുക. സ്കിൻ ബ്രൈറ്റനിങ്ങിന് അടിപൊളിയാണ്. നല്ല റിസൾട്ട് ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് വീട്ടിൽ പൊടിച്ച മഞ്ഞളില്ലേ, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതില്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്കിൻ ലൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യും. പാടുകളുണ്ടെങ്കിൽ അത് മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ 1-2 തവണ യൂസ് ചെയ്യുമ്പോൾ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആയ പോലെ ഫീൽ ചെയ്യും. പക്ഷേ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ 1 ആഴ്ച 2 ആഴ്ചയൊക്കെ നിങ്ങളിത് യൂസ് ചെയ്യണം. ഡെയിലി യൂസ് ചെയ്യണം തന്നെയാണ് ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് മനസ്സിലാക്കാം. കാരണം അതിൽ നമ്മൾ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം എൻ്റെ ഈ ഫേസ് ഞാനിത് ഈ ഒരു പാക്ക് ആഡ് ചെയ്യുന്നതിന് മുമ്പും ബിഫോറും ആഫ്റ്ററും ഞാൻ ഫസ്റ്റ് തുടക്കത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫേസിൽ എന്തൊക്കെ ഒരു മാറ്റമാണ് ഈ ഒരു ഒറ്റ തവണ ഇടുമ്പോൾ തന്നെ മാറ്റം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല റിസൾട്ട് കിട്ടും. ഞാൻ ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം എൻ്റെ അടുത്ത് ചോദിച്ചു, ഇന്ന് വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ, ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ആയിരിക്കുന്നു എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത്രയും നല്ലൊരു റിസൾട്ട് വിസിബിളായിട്ട് നമുക്ക് ഒറ്റ യൂസിൽ തന്നെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ ഇടുകയാണെങ്കിൽ സൺ ടാനാണ് മെയിനായിട്ട് മാറും. സൺ ടാൻ മാറണമെങ്കിൽ ഉരുളക്കിഴങ്ങ് കൂടി തൈരിന് പകരം ആഡ് ചെയ്യുക, അല്ലെങ്കിൽ തൈരായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ സൺ ടാൻ മാറാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ സ്കിൻ ബ്രൈറ്റനിങ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഞാനിത് ഫേസിലൊരു 20-30 ഡ്രൈ ആവണ വരെ വയ്ക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ഫേസ് നനച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഡെയിലി സ്ക്രബ് ചെയ്യേണ്ട. നിങ്ങൾ ഈ പാക്ക് ഇടുമ്പോൾ വെള്ളം നനച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി. ഇത് നിങ്ങൾ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഇത് കുറച്ച് ഡ്രൈ ആക്കണ ഒരു ടൈപ്പാണ്. കാരണം നമ്മൾ ചെറുപയർ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ മോയ്സ്ചറൈസറും കൂടി യൂസ് ചെയ്യുക. ഓക്കെ.